ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കിയന്റെ ഷോറൂമിലാട്ടോ. എന്തിനാന്നല്ല, ഈ ബാഡാസിനെ കാണാനാണ്. ഈ ബാഡാസിൽ എന്തൊക്കെ ചേഞ്ചസ് നോക്കിയാലോ, ഇത് ആരാന്നറിയില്ലേ, നമ്മുടെ സെൽട്ടോസ് ആട്ടോ. പുതിയ സെൽട്ടോസ് ഒരു ജനറേഷൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ സെൽട്ടോസ്. ഇത് ഇപ്പം നമുക്ക് പ്ലാറ്റ്ഫോം തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. K3 എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് പുതിയ സെൽട്ടോസ് വരുന്നത് കേട്ടോ. നമുക്ക് 2 പെട്രോൾ എഞ്ചിനും അതേപോലെ ഒരു ഡീസൽ എഞ്ചിനുമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് മാറിയ ഗ്രില്ലാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 4 പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ LED സെറ്റപ്സ് ഒക്കെ ഫ്രം ദ ബേസ് മോഡൽ മുതൽ LED ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാർ മാപ്പ്, ഇവിടെ DRLും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും ബേസ് മോഡൽ മുതലേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ 17 ഇഞ്ചാണ്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 18 ഇഞ്ച് വീൽസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഹെലോ വീൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ ഈ വലിയ മാസീവായിട്ടുള്ള ഹൈറ്റ്, ഇവിടുത്തെ വീൽ ബേസും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും 200 mm ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് സൈഡിൽ നിന്നുള്ള ചേഞ്ചസ്. നമുക്കിവിടെ ഉണ്ട് ഡോർ ഹാൻഡിൽസ് ഇങ്ങനെ കേട്ടോ. പോപ്പപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വരും. നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സ്റ്റീംലെസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോലെയാണ് അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് എന്നാണ് അവർ വിളിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കേട്ടോ. ഒരു 12.5 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ്സ് കാര്യങ്ങളും ഉണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇൻഫോർടൈൻമെൻറ്റ്, അതൊരു 5 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് കാര്യങ്ങളും കൂടി വരും കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുകളൊക്കെ ഡിജിറ്റലാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീല് കണ്ടാൽ മതി. സ്റ്റിയറിംഗ് വീലിന് ഒരുപാട് യൂണീക്ക് കാര്യങ്ങൾ, ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് വരുന്നത് കേട്ടോ. സ്റ്റിയറിംഗ് വീലൊക്കെ വരുന്നത് ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഒരു യൂണീക്കായിട്ട് ഒരിക്കലും ഇതൊരു സെൽട്ടോസിൻ്റെ ഉള്ളിലാണെന്ന് നമ്മൾ പറയില്ല കേട്ടോ. സെൽട്ടോസ് അടിപൊളി മാറിയിട്ടുണ്ട്. ഉള്ളിൽ കയറി നിങ്ങളെ ബ്ലൈൻഡ് ആയിട്ട് കൊണ്ട് ഉള്ളിലിരുത്തി കഴിഞ്ഞാൽ ഇത് സെൽട്ടോസ് ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറയാൻ പറ്റില്ല കേട്ടോ. അത്രത്തോളം മാറിയിട്ടുണ്ട് പഴയ സെൽട്ടോസ് ആയിട്ട് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഫിസിക്കൽ ബട്ടൺസ് ആണ് കൂടുതൽ ഉള്ളത്. നമ്മൾ ഫിസിക്കൽ ബട്ടൺ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. കാര്യങ്ങൾ സെർച്ചിന് വരെ ഫിസിക്കൽ ബട്ടണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം റോക്കേഴ്സും കാര്യങ്ങളും കാണാം അവിടെ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പുകൾ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ടൈപ്പാണ് ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് മോഡലാണ്, അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിനെ കാണാൻ കണ്ടോ. പക്ഷേ ഞാനിവിടെ എവിടെ നോക്കിയിട്ടും നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് കാണാനില്ല. പാർക്കിംഗ് നമുക്ക് മറ്റേ ക്ലച്ച് ലിവർ സാധനം ഇല്ല, ഇതിനുള്ളിലും ഇല്ല. കീയും കാര്യങ്ങളും ഇങ്ങനെ വരുന്നത് ലൈറ്റ് വെയിറ്റ് കീ ആണ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് പാർക്കിംഗ് ബ്രേക്കായിരുന്നു. പാർക്കിംഗ് ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ആ സ്വിച്ച് കാണാനില്ല. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് എവിടെ നോക്കിയപ്പോൾ ഞാൻ തിരഞ്ഞപ്പോൾ കണ്ടതേ ഇല്ല കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സൈഡിലുണ്ട് കേട്ടോ. ഇവിടെയാണ് പാർക്കിംഗ് ബ്രേക്കും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു യൂണീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പുതിയ കിയയുടെ ബാക്ക് സൈഡ് ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു സ്പോർട്ടി സ്പോയിലറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വാഷർ